സമഗ്ര പ്ലസ് ആനുവൽ എക്സാമിനേഷൻ്റെ സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണിത്. 2025 മാത്തമാറ്റിക്സ്. ഫസ്റ്റ് ആക്ടിവിറ്റി, ഇൻ ദ ഫോളോയിങ് റെക്റ്റാങ്കിൾ സം സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 cm ഈച്ച് ആർ അറേഞ്ച്ഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 cm ഇതൊക്കെ ഇതിൻ്റെ സെയിം ഷേപ്പുള്ള സ്ക്വയേഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എണ്ണം അറേഞ്ച് ചെയ്യാൻ പറ്റും? നീളത്തിൽ 1 2 3 4 5 അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ കുത്തനെയാണെങ്കിൽ 1 2 3 4 അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ലെങ്ത്ത് 5 എന്നും ബ്രെഡ്ത്ത് 4 ആണെന്ന്. വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരഞ്ഞ് നോക്കാം. ഇവിടെ നിങ്ങോട്ടേക്ക് വരെ, ഇവിടെ നിങ്ങോട്ടേക്ക്, ഇവിടെ നിങ്ങോട്ടേക്ക്, അതുപോലെ കുത്തനെയും വരയുമ്പോൾ നമുക്ക് എത്ര സ്ക്വയേഴ്സാണ് കിട്ടുക എന്നുള്ളത്. ഹൗ മെനി സ്ക്വയേഴ്സ് വിത്ത് സൈഡ് ഓഫ് 1 cm ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദിസ് റെക്റ്റാങ്കിൾ. 5 നേരെയും കിട്ടും, 4 കുത്തനെയും കിട്ടും. അങ്ങനെ ടോട്ടൽ എണ്ണിക്കഴിഞ്ഞാൽ 20 ആണ് കിട്ടുക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ L/B ആണ്. 5 × 4 = 20. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഇത് കാണാനുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മളിപ്പോൾ കണ്ടത് സ്ക്വയേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 5 ആണ് കിട്ടുക, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 4 ആണ് കിട്ടുക. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 × L+B ആണ്. L എന്ന് പറയുന്നത് ലെങ്ത്ത് 5 ആണ്, പ്ലസ് 4B. 2 × L+B എന്ന് പറയുമ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷനാണ് 2 × 5 + 4 2 × 9 = 18. അല്ലെങ്കിൽ നമ്മുടെ 5 + 5 10, 4 + 4 8, അങ്ങനെ ആഡ് ചെയ്താലും മതി. Activity 2, find the remainder when the number 3624 is divided by the numbers given below. അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലാസ്റ്റ് 0 വരുന്നത് മാത്രമേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിജിറ്റിൻ്റെ യൂണിറ്റ് പ്ലേസ് 1's പ്ലേസിലുള്ള 4 ആയിരിക്കും വരിക. 10 കൊണ്ട് ഡിവൈഡ്, ഇവിടെ ഇപ്പോൾ 1 ആണെങ്കിൽ 1 റിമൈൻഡർ, 2 ആണെങ്കിൽ 2 റിമൈൻഡർ, അങ്ങനെ വരും. വട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 5? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ 0യോ 5ഓ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഡിജിറ്റ് ഇൻ 1's പ്ലേസ് ഈസ് ലെസ് ദാൻ 5. എപ്പോഴും 5നേക്കാളും ചെറുത് മാത്രമേ വരുള്ളൂ. അതായത് 4 3 2 1 അങ്ങനെയുള്ള റിമൈൻഡർ മാത്രമേ വരൂ. ലാസ്റ്റ് വരുന്ന നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0യും 5ഉം വരാത്തൊരു നമ്പറും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. വട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 2? ഈ നമ്പറാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ഈവൺ നമ്പറാണ്. ഇപ്പോൾ 0 2 4 6 8 അങ്ങനെയുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ റിമൈൻഡർ 0 ആണ് വരിക. കാരണം 4 ഈവൺ നമ്പർ, ലാസ്റ്റ് നമ്പർ മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 4? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ ലാസ്റ്റ് 24 ആണ് ഇവിടെ ഉള്ളത്. 24 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് റിമൈൻഡറാണ്, 0 ആണ് വരിക. ഇനി ഏത് നമ്പർ തന്നാലും നമ്മൾ 4 കൊണ്ട് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. വട്ട് ഈസ് എ റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 100? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പം 3600 വന്നിട്ടുണ്ടെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കും റിമൈൻഡർ വരിക. നെക്സ്റ്റ്, ഡ്രോ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ 12 cm ആൻഡ് പെരിമീറ്റർ 14 cm. ഏരിയ 12 വരുന്നതും പെരിമീറ്റർ 14 വരുന്നതുമായ നമ്പർ. അപ്പോൾ ഏരിയ 12 എന്ന് പറയുമ്പോൾ 2 നമ്പർ ഇൻറ്റു ചെയ്താൽ 12 കിട്ടണം. പെരിമീറ്റർ 14 എന്ന് പറയുമ്പോൾ 2 × L+B 14, L+B 7 കിട്ടണം. അപ്പോൾ ആഡ് ചെയ്താൽ 7ഉം ഇൻറ്റു ചെയ്താൽ 12ഉം കിട്ടുന്ന നമ്പർ 4 + 3 12 ആണ്. 4 + 3 7ഉം 4 × 3 12 ആണ്. അപ്പോൾ 4 ലെങ്ത്തും 3 ബ്രെഡ്ത്തും വെച്ചിട്ട് റെക്റ്റാങ്കിൾ വരഞ്ഞാൽ മതി. ആക്ടിവിറ്റി 4, ഇഫ് 125 × 8 = 1000, then what is 125 × 24? 125 × 24 കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടെ 125 × 8000 എന്ന് തന്നിട്ടുണ്ട്. 125 × 24നെ 24നെ മാറ്റിയിട്ട് 8 × 3 എന്ന് എഴുതാം. അപ്പോൾ 8 × 3 എന്ന് എഴുതിയാൽ 125 × 8 ഇവിടെ 1000 എന്നറിയാം. അപ്പോൾ 1000 × 3 3000. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും.
അടുത്തത് 900 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 300. ദെൻ വാട്ട് ഈസ് 900 ഡിവൈഡ് ബൈ 15? 15 ചെയ്യാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ 300 ഉണ്ട് ഇവിടെ കിട്ടിയത്. അപ്പോൾ 15 നമുക്ക് 5 ഇൻറ്റു 3 മാറ്റി എഴുതാം. 5 ഇൻറ്റു 3 മാറ്റി എഴുതാം. അപ്പോൾ 900നെ 300 ഡിവൈഡ് ചെയ്ത് 300 ആണെങ്കിൽ 15 കൊണ്ട് ചെയ്യുമ്പോൾ 300നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5 കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ 60 ആണ് ആൻസർ വരിക. 90 ബിസ്ക്കറ്റ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 15 ചിൽഡ്രൻ എന്ന് പറയുമ്പം 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ 90 ഡിവൈഡ് ബൈ 15 ആണ് വരിക. 90 ഡിവൈഡ് ബൈ 15 എന്നുള്ളതിന് 19 ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 30 കിട്ടും. പിന്നെ 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ 6 കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് 15 ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഫാക്ടേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ മതി. ആക്ടിവിറ്റി 5. ഇഫ് ദ ലെങ്ത് ഓഫ് ഡെസ്ക് ഈസ് 1 മീറ്റർ ആൻഡ് 90 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് എ ഡെസ്ക് ഈസ് 1 മീറ്റർ ആൻഡ് 90 സെൻറ്റിമീറ്റർ. അപ്പോൾ 190 by 100. Write the length in desk as a fraction. ഇത് ഫ്രാക്ഷനിൽ എഴുതാമ്പോൾ 190 by 100. What is the length desk in meter? അതിനെ മീറ്ററിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ 1.90. Write the length of the desk in centimeter. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 190 സെൻറ്റിമീറ്റർ. Activity 6. Some numbers are missing in the lines where the factors of the numbers are written. Fill in the missing parts. 420 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 60 ആണ്. 7 ഇൻറ്റു 6 ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. അപ്പോൾ 16 കിട്ടണമെങ്കിൽ 6 ഇൻറ്റു 10 ആണ്. ഇനി അടുത്ത താഴെ 7 ഇൻറ്റു ഇവിടെ 6നെ മാറ്റിയിട്ട് 2 ഇൻറ്റു 3 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ 10നെ മാറ്റിയിട്ട് 2 ഇൻറ്റു 5 എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 മിസ്സിങ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി 3 തന്നത് കൊണ്ട് തന്നെ നമുക്ക് 6 കിട്ടാൻ 2 ഇൻറ്റു 3 എന്നും അറിയാം. പിന്നെ ഇവിടെ 0 വന്നത് കൊണ്ട് 10 ആയിരിക്കും എന്നറിയാം. അപ്പോൾ 10നെ ഇവിടെ 5 ഫാക്ടർ ഉള്ളതുകൊണ്ട് ഇവിടെ 2 ആണെന്നും അറിയാം. നെക്സ്റ്റ് 105. 105 എന്ന് പറയുന്നത് നമുക്ക് 5 ഇൻറ്റു 21 ആണ്. 5 ഇൻറ്റു 21നെ 5 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ കോമൺ നമ്പർ ആയിട്ട് വരുന്നത് ഇവിടെ ഇപ്പോൾ 21, 3 ഇൻറ്റു 7 21 ആണ്. അതായത് 420 എന്ന് പറയുമ്പം 7 ഇൻറ്റു 3ൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. 7 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 2 ഇൻറ്റു 5 ഉണ്ട്. അപ്പോൾ 7 3s are 21 ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. 7 ഇൻറ്റു 3 കാരണം അത് ഇവിടെയുണ്ട്. 7 ഇൻറ്റു 3 എന്ന് പറയുന്നത് അത് 21 ആണ്. 21 ഇൻറ്റു 5 ബാക്കിയുള്ളത്. പിന്നെ അവിടെ നമുക്ക് മുകളിൽ 10നെ മാറ്റിയിട്ട് ഇവിടെ 2 ഇൻറ്റു 5 ഉണ്ട്. 2 ഇൻറ്റു 5 അപ്പോൾ കോമൺ നമ്പറൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അല്ലെങ്കിൽ ഇത് രണ്ടും നോക്കിയാൽ മതി. ഇവിടെ 5 ഉണ്ട്, 5 ഉണ്ട്, അങ്ങ് വെട്ടിക്കളയാം. 7 7 വെട്ടിക്കളയാം. 3 3 വെട്ടിക്കളയാം. പിന്നെ 2 ഇൻറ്റു 2 മാത്രമേ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ വാട്ട് ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 2 ഇൻറ്റു 2 4 ആണ്. The graph below shows the unit of electricity used by the household on a 6-month period. അപ്പോൾ ഇത് നമ്മുടെ പിക്ചർ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തതാണ്. ഫസ്റ്റ് ജനുവരിയിൽ 200 ആണ്, ഫെബ്രുവരിയിൽ 150 ഉണ്ട്, മാർച്ചിൽ 200 ഉണ്ട്, ഏപ്രിലിൽ 250 ഉണ്ട്. ഏപ്രിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ മെയ്യിൽ 200 ആണ്. പിന്നെ ജൂണിൽ 50. ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ള ഇത് കാണിച്ചിരിക്കുന്നത്, ഗ്രാഫ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏറ്റവും വലുത് ഏതാണ്? ഏപ്രിലാണ് അല്ലേ. ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ് മിനിമം? ഏറ്റവും കുറവ് യൂസ് ചെയ്തിട്ടുള്ളത് ജൂണിലാണ്. ഇൻ വിച്ച് മന്ത് ഡിഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ്? രണ്ടെണ്ണം ഒരേപോലെ കാണുന്നുണ്ട്, അത് മെയ്യും മാർച്ചും ആണ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിലുള്ളത് 150 ആണ്. വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജാനുവരി ആൻഡ് ജൂൺ? ജാനുവരി 100 ആണ്, ജൂണിൽ 50 ആണ്. അപ്പോൾ 100 - 50 = 50 യൂണിറ്റ്. ഇവിടെ നോക്കി പിക്ചറിൽ നമുക്ക് നോക്കി മനസ്സിലാവുന്നുണ്ട്. രണ്ടെണ്ണം ഒരേപോലെ വരുന്നത് 200 വരുന്നത് ഏതൊക്കെയാണ്? മാർച്ചും മെയ്യും ആണ്. പിന്നെ നമ്മളോട് ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഡിഫറൻസ് ചോദിച്ചിട്ടുള്ളത് ജാനുവരിയും ജൂണാണ് ഡിഫറൻസ് ചോദിച്ചിട്ടുള്ളത്. ജാനുവരി 100 ആണ്, അതുപോലെ തന്നെ ജൂൺ 50 ആണ്. അപ്പോൾ 100 - 50 - ചെയ്താൽ 50. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോസ് കംപ്ലീറ്റ് കാണുക. കാരണം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ള ഫസ്റ്റ് ആനുവൽ എക്സാമാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ബൈ.